omelette, chicken, cheese, jalapeno, Mexican beans and cheese wrap. എന്തൊക്കെ ഇട്ടു ഒന്നും കൂടെ പറഞ്ഞേ, തുറന്നേ ഒന്നും പറഞ്ഞേ. ഓംലെറ്റ് ഉണ്ട്, നാടൻ ഓംലെറ്റ് ഉണ്ട്, ചിക്കൻ, ഇന്നലത്തെ ചിക്കൻ, ഗ്രിൽ ചിക്കൻ ഉണ്ട്, ഹലപ്പീനിയോസ് ഉണ്ട്, ചീസ് ഉണ്ട്, മെക്സിക്കൻ ബീൻസ് ഉണ്ട്, ഓക്കെ, പിന്നെ സൺഡ്രൈ ടൊമാറ്റോസും ഉണ്ട്. ഓക്കെ. പിന്നെ ഈ റാപ്പ് അതെന്താണ്? ഇത് നോർമൽ ടൊർട്ടിയ റാപ്പ്. എന്താ പേരെന്താ? ടൊർട്ടിയ റാപ്പ്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്യും. കല്ല് ചൂടാക്കി, ദോശക്കല്ല് ചൂടാക്കി. എണ്ണ ഇടുന്നില്ല, ബട്ടർ ഇടുന്നില്ല. ഓക്കെ, ഹെൽത്തി. പെട്ടെന്ന് സ്റ്റീം ആവാൻ. അപ്പോൾ ഇനി അത് തിരിച്ചിടണം അല്ലേ? വേവണം. ചീസ് മെൽറ്റിയാണ്, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ അതിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒന്നുകൂടെ പറഞ്ഞ്. ഓംലെറ്റ്, ചിക്കന്, ചീസ്, ഹലപ്പിനോ, മെക്സിക്കൻ ബീൻസ്. അതെന്താ മെക്സിക്കൻ ടൊമാറ്റോസ്? മെക്സിക്കൻ ബീൻസ് അതൊന്നും എടുത്ത് കാണിച്ചേ. മെക്സിക്കൻ മിക്സ്. അപ്പോൾ ഇത് ബ്ലാക്ക് ബീൻസ് ഉണ്ട്, പിൻറ്റോ ബീൻസ് ഉണ്ട്, റെഡ് കിഡ്നി ബീൻസ്. ഓക്കെ, മെക്സിക്കൻ ബീൻസ് അല്ലേ? ഇത് മെക്സിക്കൻ മിക്സ് ആണ്. യൂഷ്വലി ടാക്കോസ് അല്ലെങ്കിൽ ഫഹീറ്റോസ് അല്ലെങ്കിൽ ബറീറ്റോസിൽ പോകുന്ന സാധനമാണ്. ഓക്കെ. അപ്പോൾ ഈ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ പേരെന്തുവാ? ഇതൊരു നോർമൽ റാപ്പാണ്, ചിക്കൻ ഓംലെറ്റ് റാപ്പ്. ഓക്കെ, ചിക്കൻ ഓംലെറ്റ് റാപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ഓംലെറ്റ് റാപ്പാണ്. ഇത് ഇറ്റാലിയൻ ആണോ, ജർമ്മൻ ആണോ, അമേരിക്കൻ ആണോ, എന്താണത്? ഇത് കോണ്ടിനെന്റലാണ്. കോണ്ടിനെന്റൽ. അത് കരിയുന്നതാ, എൻ്റെ മണം വരുന്നു. സോ ദിസ് ഈസ് കോണ്ടിനെന്റൽ. ഓ, അത്ര കരിയണോ? ഇത്തിരി കരിഞ്ഞു പോയി. ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം. ആദ്യം ഒരു റാപ്പ് എടുക്കുക. റാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സാധനമാണ്. കണ്ടോ, ഇത് ശരിയായി കഴിഞ്ഞിരിക്കുന്നു. അടിപൊളി സാധനം. നെക്സ്റ്റ് തുടക്കം മുതൽ ഒരു ഓംലെറ്റ് വെച്ചു. ഓംലെറ്റ് 2 എണ്ണം വെച്ചു, ചെറിയ ഓംലെറ്റ്. ചിക്കൻ, അതായത് ഇപ്പോൾ ഇന്ത്യൻ ചിക്കനാണ് അതിനകത്ത് വെക്കുന്നത്. ചിക്കൻ എന്ത് ചിക്കൻ? വറുവൽ. ചിക്കൻ 65 ഉണ്ട്. മിക്സാണ്. അപ്പോൾ ചിക്കൻ വെച്ചു. ചിക്കൻ പിച്ചി വെച്ചു. ഓക്കെ. ഇനി ഹലപ്പിനോ, അതായത് ക്യാപ്സിക്കം പിക്കിളാക്കിയത്. അതാണ് ഹലപ്പിനോ. എരിയുണ്ടല്ലോടാ, ക്യാപ്സിക്കത്തിന് എരി ഉണ്ടാകത്തില്ല. ഇത് നല്ല എരിയുള്ള സാധനമല്ലേ? ഇത് അത്ര എരിവില്ല ആക്ച്വലി. ആണോ? ക്യാപ്സിക്കം അല്ല. ഡിഫറൻസ് സാധനമാണ്. അതെ, ഹലപ്പിനോ. ഇത് സൺ ഡ്രൈഡ് ടൊമാറ്റോ അല്ലേ? സൺ ഡ്രൈഡ് ടൊമാറ്റോ. അതിനകത്ത് എണ്ണയ്ക്ക് വേറെ. ഓക്കെ. ടൊമാറ്റോ സ്ട്രിപ്സ്. എന്ത് ബീൻസ്? മെക്സിക്കൻ ബീൻസ്. ഓക്കെ. അത് ടിന്നിൽ കിട്ടും അല്ലേ? ഇനി ഇത് ചീസ്. ഷ്രെഡഡ് ചീസ്. ഓക്കെ. അതെല്ലാം കൂടെ വെച്ച് ഫോൾഡ് ചെയ്യാം. ഇതിൻ്റെ പേര് നീ ഒന്നുകൂടെ പറഞ്ഞേ. റാപ്പ്. ഓംലെറ്റ് ചിക്കൻ റാപ്പ്. കോണ്ടിനെന്റൽ അല്ലേ? പുതിയ പിള്ളേരുടെ കുക്കിങ്ങുകളാണ്. അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ വീട്ടിലെ പിള്ളേരെ പിടിച്ചിരുത്താനായിട്ട് ഇതിപ്പരം വേറെ സാധനങ്ങളില്ല. പുറത്ത് പോയി കെൻഡിക്കി മക്കാസ് വന്ന് കഴിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർ വീട്ടിൽ ഇരുന്ന് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തോളും.
അത് അതിൻ്റെ എണ്ണ ഒഴിക്കാനുണ്ട്. വെള്ളം ബീൻസിൻ്റെ സ്റ്റീം ആവാനായിട്ട്. അപ്പോൾ സ്റ്റീമിലും കൂടെ അത് വേവിക്കും. അത് വേവിക്കും. അത് വെന്ത് വരും. ഇതുപോലെ ആയി വരും. ഓക്കെ, ഇതിപ്പം നന്നായിട്ട് വന്നു. ആദ്യം കരിഞ്ഞു. ചിലപ്പോൾ എത്രയും കരിയണ്ട. അത് നിങ്ങൾ ചിലർക്ക് കരിയുന്നതാണ് ഇഷ്ടം. ഇത്രയും കരിയാതെ തന്നെ കാര്യങ്ങൾ നീക്കാം. അപ്പോൾ ഇതാണ് ചിക്കൻ ഓംലെറ്റ് റാപ്പ്, കോണ്ടിനെൻ്റൽ ഫുഡ്. അതിനകത്ത് ചീസുണ്ട്, സൺഡ്രൈഡ് ടൊമാറ്റോ ഉണ്ട്, അലപ്പിനോ ഉണ്ട്, ബീൻസ് ഉണ്ട്, ഓംലെറ്റ് ഉണ്ട്, പിന്നെന്ത് വേണം, ചിക്കനുണ്ട്.